എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ 2 മണിക്കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ കയ്യിൽ ഇനി ബാക്കിയുള്ളത് കേട്ടോ. ഇവർ രണ്ടാളാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇവരെ ഒന്ന് കുളിപ്പിക്കാൻ പോവുകയാണ് ഞങ്ങൾ. ഇവരെ ഈ മണ്ണിലൊക്കെ കിടന്ന് ഉരുണ്ടിട്ട് ഇവരുടെ ദേഹത്ത് മുഴുവൻ മണ്ണും ചെളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഓരോരുത്തരായിട്ടൊന്ന് കുളിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. അവർ നോക്കുന്നുണ്ട് കാര്യമായിട്ട് വീഡിയോയിലേക്ക്. രണ്ടാളും നോക്കുന്നുണ്ട്. എന്തുട്ടത് അമ്മ കൊണ്ടുവരുന്നേ കുട്ടികളുടെ അടുത്തേക്ക്? എന്തുട്ടാ കൊണ്ടുവരുന്നേ അമ്മ? മണിക്കുട്ടി അവിടെ പിന്നിൽ പോയി കിടക്കുകയാണ്. എന്തായാലും ഞങ്ങൾ ഇവളെ കുളിപ്പിക്കട്ടെ കേട്ടോ ആദ്യം. ചെവിയിലേക്ക് ആക്കണ്ട കേട്ടോ. സോപ്പ് ഒന്നും പിടിക്കണ്ട. അപ്പോൾ ഇവരെ ഒന്ന് കുളിപ്പിക്കാനാട്ടോ. ആദ്യമായിട്ട് അവനെ കുളിപ്പിക്കണത്. ഇതുവരെ കുളിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് കുളിപ്പിച്ച് നോക്കുകയാണ്. ആ ചളിയൊക്കെ ഒന്ന് പോട്ടെ വെച്ചിട്ടാണ്. മണ്ണിൽ കിടന്ന് ഉരുണ്ടിട്ടേ കുറേ മണ്ണും ചളിയുണ്ട് ദേഹത്ത്. ഇവെന്നാ പറയണം, ഞാൻ ഇവളാണ്. എനിക്കിപ്പോഴും ഇവെന്ന പറയും. കണക്കുണ്ട കുട്ടിച്ച് കണക്കുണ്ട? ഗുണ്ടുമണിയുടെ പോലെയല്ലേ കണക്കുണ്ട? മുഖത്തേക്ക് ആക്കണില്ല കേട്ടാ. മുഖത്തേക്ക് ആക്കണം. അവിടെ നിൽക്ക. ഓ ഇല്ലടാ അവള് കുറേശ്ശെ കരയുണ്ട് കേട്ടാ. ഇല്ല കേട്ടാ. ശരി, ഇപ്പോൾ കഴിഞ്ഞു കേട്ടാ. അപ്പോൾ അവളെ കുളിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തോർത്തി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കരഞ്ഞു കേട്ടോ അവള്. ചെറിയ കീക്കിന്നൊന്ന് 1-2 പ്രാവശ്യം ആക്കി. വേറെ കുഴപ്പമൊന്നുമില്ല. വെളുത്തു ചളിയൊക്കെ പോയിട്ടാ. സുന്ദരി ആയിണ്ട് കേട്ടാ. സുന്ദരി കുട്ടി ആയില്ല കേട്ടാ. സുന്ദരിയ. മുഖത്തും ചെവിയിലൊന്നും വെള്ളാക്കിയിട്ടില്ല കേട്ടാ. കഴുത്തിന് താഴത്തേക്ക് ആക്കിയിട്ടുള്ളൂ. ചുഞ്ചിരിപ്പെണ്ണ. സുന്ദരിയായില്ല കേട്ടോ. ഞാൻ വെയിലത്ത് ചെന്ന് കിടക്കാം കേട്ടോ. കുട്ടികൾ കിടക്കണ പോലെ കിടക്കണോക്കെ. ഇവിടെ മനുഷ്യക്കുട്ടികൾ കിടക്കണ പോലെ. എന്ത് ചെയ്ത പപ്പ? എന്ത് ചെയ്തേ? മണ്ണിടിക്കണ നോക്കി. നോക്കുമ്പോ മണ്ണിടിച്ചു നോക്കിയേ. പോവാ മരത്തിച്ച് പോവാ. ഇനി മണ്ണിൽ വന്ന് കിടന്ന് ഉരുളരുത് കേട്ടാ. ഒരു ഇഷ്ട ഹോബി. ഇപ്പോൾ ഈ കാണുന്ന ചുവന്ന മണ്ണില്ലേ, അതൊക്കെ എടുക്കുന്ന ഒരു ലോഡ് ചുവന്ന മണ്ണ് ഇറക്കിയതാണ്. അതിൽ വന്ന് കിടന്ന് ഉരുളാണ് അവരുടെ ഇഷ്ട ഹോബി. നല്ല സുന്ദരിയായി. ആ മണ്ണൊക്കെ മേത്തുനിന്ന് പോയപ്പോഴേ സുന്ദരിക്കുട്ടിയായില്ലേ ഇല്ലേ? നിമ്പുക്ക് അങ്ങോട്ട് പോവാ. സുന്ദരിയായിട്ടാ.
സുന്ദരി ആയില്ലേ ഏട്ടാ, സുന്ദരി ആയില്ലേ ഏട്ടാ, സുന്ദരി കുട്ടി ആയില്ലേ? ഇല്ലേ? സുന്ദരി ആയില്ലേ? ഇല്ലേ? സുന്ദരി ആയില്ലേ? ഞാൻ ഒന്ന് ചീകി കൊടുക്കട്ടോ, സുന്ദരി ആയിട്ടുണ്ട്, സുന്ദരി ആയിട്ടുണ്ട്. നോക്കട്ടെ നോക്കട്ടെ, ഇവിടെയൊക്കെ ചെയ്യട്ടെ, ഇവിടെയൊക്കെ ചെയ്യട്ടെ, ഇവിടെ ചെയ്യട്ടെ, ഇവിടെ ചെയ്യട്ടെ, സുന്ദരീനെ ഇവിടെ ചെയ്യട്ടെ. മതി. ഇവിടെ ഇരുന്നോട്ടാ, ഞാൻ അവളെ കുളിപ്പിക്കട്ടെ ഏട്ടാ. ഇവിടെ ഇരുന്നോട്ടാ നല്ല കുട്ടിയായിട്ട്. വെക്കട്ടുണ്ട്. എന്ത് വെള്ളം വെച്ചോക്കണം. കിണത്തിൽ എടുത്ത ആളെ കുളിപ്പിക്കാൻ കൊണ്ടുപോട്ടാ. അപ്പോൾ അവളെ കുളിപ്പിച്ചു, അവൾ നല്ല സുന്ദരിയായി, തോർത്തി കൊടുത്തു, മുടി ചീകി കൊടുത്തു, അവൾ സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഒന്ന് കുളിപ്പിക്കാം. ഇനി ഇവളെ കുളിപ്പിക്കുകയാണ് കേട്ടോ. മറ്റവളെ കുളിപ്പിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഉഷാറായി. ഇവളെ കുളിപ്പിക്കട്ടെ. ഇവള് കുറച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട കേട്ടോ. മറ്റവള് വലിയ കുഴപ്പമുണ്ടാക്കിയില്ല. നോക്കട്ടെ 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 നോക്കട്ടെ. പറ്റ സോപ്പ് 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 പറ്റി. മറ്റുള്ള പോലെ ഇവിടെ ഒതുങ്ങി കിടക്കണില്ല കേട്ടോ. പറ്റ മണി കണ്ട് പോയേ, കണ്ട് പോ. മണിക്കുട്ടി നോക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ, എന്താ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കൂടെ മറ്റോളും വന്നിട്ടുണ്ട്, നമ്മുടെ ബ്രൗണി. മണിക്കുട്ടീനെ കുളിപ്പിക്കട്ടെ. മണിക്കുട്ടീനെ കുളിപ്പിക്കണ വേണ? അന്നെ കുളിപ്പിച്ചനാ? എൻ്റെ ഷർട്ടൊക്കെ കേടാവും കേട്ടോ. ഓക്കെ, ഓക്കെ. ഷർട്ട് കേടാവുണ്ട്. എൻ്റെ കുട്ടീനെ കുളിപ്പിക്കില്ലേ? കണ്ടോ? എനിക്ക് കുളിപ്പിച്ചു കൊടുത്തൂടെ എൻ്റെ കുട്ടീനെ? അപ്പം എന്തിനാ കുളിപ്പിക്കണേ? മാറിക്ക മാറിക്ക. കഴുകട്ടെ 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 കഴുകട്ടെ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ. നല്ല കുട്ടിയായിട്ടിരിക്കുക, നല്ല കുട്ടിയായിട്ടിരിക്കുക, നല്ല കുട്ടിയായിട്ടിരിക്കുക. മറ്റതോടി മണിക്കുട്ടി കറിയുണ്ട്. ഞാൻ വെള്ളം വെച്ചുതരാം. കഴിഞ്ഞു 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 കേട്ടോ, കഴിഞ്ഞു കേട്ടോ. അവള് കുറച്ച് കുറുമ്പ് കാണിച്ചു കേട്ടോ, കുറച്ച് കരഞ്ഞു അവള്. കഴിഞ്ഞു കേട്ടോ, കഴിഞ്ഞു കേട്ടോ. എന്നെ കുളിപ്പിക്കണ്ടേ? മണിക്കുട്ടിയും കുറേശ്ശെ കരയുണ്ട് കേട്ടോ. കഴിഞ്ഞു 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 കഴിഞ്ഞൂടെ. ഇവള് കരയുമ്പോഴേ മണിക്കുട്ടി കരയാവട്ടെ. മണിക്കുട്ടീനെ പിടിച്ച് നോക്കിയാ. മണി അതല്ല പപ്പന. മണി അമ്മ ഇവിടെ ഉണ്ടെന്നാണ് മണിക്കുട്ടി പറയണത്. അമ്മ അവിടെ ഉണ്ട് കേട്ടോ, അമ്മ അവിടെ ഉണ്ട് കേട്ടോ. ഇവള് കുളിപ്പിക്കുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടാ. അവളുടെ മേത്ത് വെള്ളം ഒഴിച്ചപ്പോൾ ഇവള് കരയൊക്കെ ചെയ്തു. മറ്റവള് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല, നല്ല കുട്ടിയായിട്ട് അവൾ കിടന്നു. ഇവളുടെ മേത്ത് വെള്ളം ഒഴിച്ചപ്പോൾ ഇവള് കരഞ്ഞു. അപ്പോൾ മണിക്കുട്ടി അവിടെ വന്ന് നോക്കി നിൽക്കണ്ടായിരുന്നു. മറ്റവളെ കുളിപ്പിക്കുമ്പോൾ മണിക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവളെ കുളിപ്പിക്കുമ്പോഴേക്കും മണിക്കുട്ടി എത്തി. അപ്പോൾ മണിക്കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു, നമ്മൾ എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ട്.
ഇവള് കരഞ്ഞപ്പോൾ മണിക്കുട്ടിയും കരഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഇതാ ഞാൻ തോർത്തുമ്പോഴും മണിക്കുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. വെയിലത്ത് കുറച്ച് നിർത്താം. ഞാൻ തോർത്തുമ്പോൾ ഇവള് വന്നിട്ട് എന്തൊരു ചെയ്യണ്ട കേട്ടോ. അവള് കൂടെ കിടക്കാൻ നോക്കുക. ഞാൻ എൻ്റെ നിന്റെ കൂടെ എന്നാണ് പറയണേ. കളിക്കാൻ നിൽക്കണ ആള്. കളിക്കാനാണ്. മാറിക്ക് മാറിക്ക്. അപ്പോൾ തോർത്തിട്ടെ കേട്ടോ. അവളെ ശരിക്കും തോർത്തിട്ടെ എന്നിട്ടല്ലേ. നല്ല സൂപ്പർ കുട്ടിയായിട്ടാ കണ്ടില്ലേ, നല്ല വെളുത്തു അവള്. കഴിഞ്ഞു, രണ്ടാളും കുളിച്ചു, നല്ല സുന്ദരി കുട്ടികളായിട്ടുണ്ട്. കുളി കഴിഞ്ഞ് തോർത്തി കുറച്ചു നേരം വെയിൽ കൊണ്ടു. പിന്നെ കുളിച്ചപ്പോൾ ഒരു മേത്തുണ്ടായിരുന്ന കുറച്ച് പേനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി നല്ല സുന്ദരികളായി. അമ്മ വന്നു, അമ്മയുടെ നിന്ന് കുറച്ച് പാലൊക്കെ കുടിച്ച് ഉഷാറായിട്ടിരിക്കുകയാണ് കേട്ടാ. അല്ലേ, ഉഷാറായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുമണികൾ. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങളിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇവരുടെ കുടിയൊക്കെ എല്ലാവരും കണ്ടില്ലേ. ഇനി ഈ രണ്ട് മക്കളെ നമുക്ക് പറഞ്ഞയക്കാനുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഫ്രീ അഡോപ്ഷനാണ്. കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകൾക്കും അവൈലബിൾ ആണ്. ട്രാൻസ്പോർട്ടേഷൻ നമ്മളെ അറിയിച്ചാൽ മതി. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നല്ലവരായ നമ്മുടെ എല്ലാ ഫ്രണ്ട്സുകൾക്കും താങ്ക്സ്. ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഇത് നമ്മൾ മാവേലിക്കരയ്ക്ക് കൊടുത്തു വിട്ട നമ്മുടെ ഒരു മണിക്കുഞ്ഞാണ് കേട്ടോ. ഇവൻ അവിടെ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നുണ്ട്. അവിടെ ഒരു കുട്ടീനെയൊക്കെ ആയിട്ട് ഭയങ്കര കളിയാണ്. ചിക്കു എന്നാണ് ഇവന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ഒരു വീഡിയോ നമുക്ക് അയച്ചു തന്നത് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരുടെ വീഡിയോസ് നമുക്ക് വന്നിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും.